ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ അടിപൊളി കിടുക്കാച്ചി ബ്യൂട്ടി ടിപ്പായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള 3 സാധനങ്ങൾ മാത്രം മതി ഇതിന് കേട്ടോ. അപ്പോഴേ നമുക്ക് അടിപൊളി ഒരു ടോണർ ഇന്ന് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കേട്ടോ. അതാണല്ലോ നമ്മൾ എന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ടോണർ ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അപ്പോഴേ 3 ഐറ്റങ്ങൾ മാത്രം മതി നമുക്ക് വേണ്ടത്. നമുക്ക് ഉരുളക്കിഴങ്ങ് കൂട്ടാനുണ്ടല്ലോ. ഞാനിവിടെ കിളിർത്ത് വരുന്ന ഉരുളക്കിഴങ്ങ് മൊത്തം എടുത്ത് തീർത്തു. ഇന്നിപ്പോൾ 2 ഉണ്ടായിരുന്നു, അവനെ ഞാൻ എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുക്കാതെ ഇരുന്നാൽ ഇവന്മാർ കിളിർക്കും. അപ്പോൾ ഞാൻ അതാ എടുക്കുന്നത്. മറ്റേതല്ല ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ കിളിർത്ത് പച്ച കളറായിട്ടൊക്കെ വരത്തില്ലേ, അതൊക്കെ നമ്മൾ കളയണ്ടാലോ എന്ന് വിചാരിച്ച് അതൊക്കെ ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ മറ്റേതെടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ അതൊക്കെ എടുക്കുന്നതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോഴേ 3 ഐറ്റങ്ങൾ മാത്രം മതി. അപ്പോഴാ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് നമുക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ നീരെടുക്കണം. മിക്സിയുടെ ജാറിനകത്തിട്ട് അടിച്ച് വെള്ളമില്ലാതെ അടിച്ച് എങ്ങനെയെങ്കിലും. പിന്നെ നമ്മളിങ്ങനെ ചീകത്തില്ല, തോരനൊക്കെ വെക്കാൻ ചീകത്തില്ല, അതിനകത്തിട്ട് നമുക്ക് എടുത്താലും നന്നായിട്ട് നീര് കിട്ടും. ആ നീരല്ല നമുക്ക് വേണ്ടത്. ആ നീര് നമ്മൾ ഒരിത്തിരി നേരം വെച്ചേക്കണം. അത് ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴത്തേന് അതിൻ്റെ ആ നീര് മേളിൽ ആ വെള്ളം ഇതായിട്ട് വരും. അടിഭാഗത്ത് അതിൻ്റെ സ്റ്റാർച്ച് വന്ന് കിടക്കും, അതിൻ്റെ അടിമട്ട്. അപ്പോഴതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇത് ഞാൻ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റായി. നമുക്ക് ഈ വെള്ളം വേണ്ട കേട്ടോ, ഇതിൻ്റെ വെള്ളം വേണ്ട, അത് നമുക്ക് ഊറ്റി മാറ്റാം. ഇത് വേണ്ട, നമുക്ക് വേണ്ടതിൻ്റെ ഈ ഒരു വെളുത്ത സംഭവമാണ്. നമ്മളിൽ കൂവക്കിഴങ്ങൊക്കെ അതിൻ്റെ പൊടിയൊക്കെ എടുക്കുന്നത് ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അരിച്ചെടുത്ത് നമുക്ക് ആ അടിമട്ട് എടുക്കാം. അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേ കുറച്ച് ഞാൻ 2 എടുത്ത് ചീകിയത് അതിൻ്റെ ഇത് കേട്ടോ. കുറച്ചായാലും അതായാലും മതി കേട്ടോ. എനിക്കിപ്പോൾ ഇത്രയും മതി. അപ്പം നിങ്ങൾ എടുക്കുമ്പം നിങ്ങൾക്ക് ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ വലിയതാ എടുത്തു, കുഴപ്പമില്ല. ഞാൻ 2 ചെറുതായി എടുത്തു. നമുക്ക് അത്യാവശ്യം ഇപ്പം മതിയല്ലോ. അപ്പോൾ കൂടെ നമുക്ക് വേണ്ടത് റോസ് വാട്ടർ വേണം, നമ്മുടെ ആലോവേര ജെല്ലും മതി കേട്ടോ. ഇവന്മാരെ 3 പേരും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ആ സംഭവം കിടുക്കാച്ചി ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ റോസ് വാട്ടർ ഒഴിക്കുമ്പം നമ്മൾ അതനുസരിച്ച് നമ്മൾ സ്റ്റാർച്ച് എടുത്തേക്കുന്ന ആ ഒരു ഇതനുസരിച്ച് നിങ്ങൾ എടുക്കണം കേട്ടോ. ഒരുപാട് വെള്ളം കോരി ഒഴിച്ച് കളയരുതെന്ന് കേട്ടോ. ഒരുപാട് വെള്ളമല്ല, ഒരുപാട് റോസ് വാട്ടർ എടുത്ത് ഒഴിക്കരുത്. നമ്മൾ ആ ഒരു പാകത്തിന് നമ്മൾ എടുക്കാൻ നോക്കണം കേട്ടോ. ഒത്തിരി അങ്ങായിപ്പോയാൽ പിന്നെ ആ മിക്സ് ശരിയാവത്തില്ല. എനിക്ക് തോന്നുന്നു ഞാൻ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ഇതിപ്പോൾ ഒരു സ്പൂൺ കാണും കേട്ടോ. നമ്മുടെ അടിമട്ടല്ലേ, അതിപ്പോൾ 1 സ്പൂൺ കാണും, എൻ്റെ ചെറിയ സ്പൂൺ കേട്ടോ. അപ്പോഴതിന് ഒരു സ്പൂൺ എന്തായാലും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് 2 കൂടെ മിക്സ് ചെയ്യണം. നമ്മൾ മിക്സ് ചെയ്യണം. നല്ല കിടുക്കാച്ചി ഐറ്റം കേട്ടോ, നല്ല രസമാണ്, ക്രീമായിട്ടിത് വരും. അപ്പോൾ ഇത് 2 കൂടെ ആദ്യം നമ്മൾ മിക്സ് ചെയ്യണം. അപ്പോൾ രാവിലെയും വൈകിട്ടും ഒക്കെ നിങ്ങൾക്കൊരു 10-15 മിനിറ്റ് നിങ്ങൾ വെച്ചു. എന്നിട്ട് നമുക്ക് തുടച്ച് മാറ്റിയോ കഴുകിക്കളയോ ചെയ്യും. എൻ്റെ സാറേ എന്തൊരു മണം! എനിക്ക് റോസ് വാട്ടറിൻ്റെ ആ മണം എന്തോ മണമെന്നറിയാം. അപ്പോൾ ഈ 3 പേരും കൂടെ മിക്സ് ചെയ്താണ് നമുക്ക് അടിപൊളി ഒരു ടോണറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവന്മാരെ 2 പേരും കൂടെ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ ആലോവേര ജെല്ലാണ്. അവനെയും കൂടെ നമുക്ക് അങ്ങോട്ട് എടുക്കാം. അവനെ ഇനി എടുത്തില്ലെന്നും പറഞ്ഞ് പിണങ്ങി മാറി ഇരുന്നാലോ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു അളവിന് തന്നെ നമ്മൾ കാണിച്ചില്ല. ചിലപ്പോൾ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഓർക്കുന്നത് കേട്ടോ. നമ്മളങ്ങ് ഇട്ട് പോയി. ഇത് ക്ഷമയും നിങ്ങൾ കേട്ടോ. ഒരു പോലീസുകാരൻ്റെ ഒരു കള്ളനോ ഒരു പോലീസുകാരോ എപ്പോഴാണെങ്കിലും ഒരു അബദ്ധമൊക്കെ പറ്റും കേട്ടോ. അപ്പോഴും നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് ക്ഷമിക്കും നിങ്ങൾ. അപ്പോൾ ഇതങ്ങോട്ട് നമുക്ക് മിക്സ് ചെയ്യും. ഇതങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു കിടുക്കാച്ചി ക്രീം പരുവത്തിലൊക്കെ നമുക്ക് കിട്ടുകയെ. ഇതങ്ങോട്ട് നമുക്ക് മുഖത്തോട്ടങ്ങോട്ട് മിനിങ്ങി നിൽക്കുക ഇവിടെ കേട്ടോ. ഇത്ര നേരം ഈ ഇരുന്ന് കത്തിയടിച്ചു. ഇത് ഓണാണോന്ന് ഞാൻ നോക്കിയില്ല. അന്നേരം ഒരു കുത്തു കൊടുത്തിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞതാ. എന്നാൽ പോയത് തന്നെ, നമ്മൾ ചെയ്തതെല്ലാം പോയത് തന്നെ. വെറുതെ ഇവിടെ കിടന്ന് വായിട്ടാലേക്ക് ഞാൻ എന്തൊരു കഷ്ടപ്പാട്. ഇപ്പോഴെങ്കിലും അത് നോക്കാൻ എനിക്ക് തോന്നിയല്ലോ. അങ്ങനൊന്നും ചതിക്കത്തില്ല അവൻ കേട്ടോ. അവനെൻ്റെ
പ്രിയ തോഴനാണ്. നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തുകൊണ്ട് വരാം കേട്ടോ. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. വൈറ്റമിൻ ഇ ക്യാപ്സൂളൊന്നും വേണ്ട ഇതിന്. ഇവന്മാരെ 3 പേരെയും കൂടെ നിങ്ങൾ രാവിലെയും വൈകിട്ടും അങ്ങോട്ട് തകർക്കിന്. അടിപൊളി റിസൾട്ട് നമുക്ക് കിട്ടുമില്ല നമുക്കറിയാം. ആഹാ, ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് കേട്ടോ, ഇത്തിരി നേരം എടുക്കും. പണ്ടൊക്കെ ഈ മന്ദബുദ്ധി ഞാൻ വിചാരിച്ചു ഈ ടോണർ എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് വലിയ ആനക്കാര്യമാണ്. ആനക്കാര്യം ചേനക്കാര്യം എന്നൊക്കെ നമ്മൾ കേൾക്കത്തില്ല. അതൊക്കെയാണെന്ന് പിള്ളേരെ. സത്യമായിട്ട് ഇത് ചെയ്ത് നമ്മൾ ഇട്ടൊക്കെ നോക്കിയപ്പോഴെനിക്ക് ടോണർ എന്ന് പറയുന്നത് ഇതാണ് സംഭവം എന്നൊക്കെ ഞാൻ വലിയ ആനക്കാരിയായിട്ടാന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു സമയമുണ്ട് ഈ മന്ദബുദ്ധി കേട്ടോ. സ്വയം അങ്ങ് മന്ദബുദ്ധിയെന്ന് ഞാനങ്ങ് വിളിക്കട്ടെ എന്നെ തന്നെ. അപ്പോഴിതാ നമ്മുടെ ടോണറൊക്കെ ഞാൻ 3ഉം ഒരേ അളവിനാണ് എടുത്തത് കേട്ടോ. അപ്പോഴും നിങ്ങൾക്ക് 2 എൻ്റെ ഈ എപ്പോഴും ഞാൻ ഈ ചെറിയ സ്പൂണാണ്, വേറെ ഒരെണ്ണം ഉണ്ട് കേട്ടോ, അതും കൂടെ എപ്പോഴും എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു അളവ് കറക്റ്റാണ്. എൻ്റെ മുഖത്തും കഴുത്തിന് വിടാൻ പറ്റിയ കണക്ക് ഇതാണ് കേട്ടോ. അപ്പോഴേ നമ്മുടെ അളവുകളെല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ റോസ് വാട്ടർ നിങ്ങൾ ചേർക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒത്തിരി അങ്ങോട്ട് ഒത്തിരി എന്നാലും വേണം. ഇത് അളവ് കറക്റ്റായിരിക്കണം. നമ്മുടെ ആലോവേര ജെല്ലും കറക്റ്റായിരിക്കണം. എനിക്ക് നമുക്ക് ഈ ക്യാമറയ്ക്കകത്ത് അത് അത്ര കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ദേ ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ കിട്ടുന്നത് കേട്ടോ. ദേ കണ്ട ഒരു ക്രീം പരുവത്തിൽ നമുക്കത് കിട്ടിയത് കണ്ടോ. ഇത് നമുക്ക് അങ്ങോട്ടായിട്ട് ഇത് നമ്മളല്ലാതെ നമുക്ക് ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് തരത്തിൽ ഓരോരുത്തർ ക്രീമൊക്കെ ആദ്യം തന്നെ സെറ്റ് ഞാനിനി എന്തോ കാണിച്ചു തരേണ്ടത് കേട്ടോ. അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ എനിക്ക് കളയാൻ മനസ്സ് തോന്നത്തതേ ഇല്ല കേട്ടോ. നമുക്ക് മുഖം നന്നായിട്ട് കഴുകിയിട്ട് വന്നിരിക്കുക കേട്ടോ. ചന്ദനക്കുറിയൊക്കെ ഇട്ടിരുന്നു നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി. ഞാനൊന്ന് മുഖം കഴുകി. നമ്മൾ കഴുത്തേരെ ഇരിപ്പുണ്ട് ചന്ദനം കണ്ടോ. നമ്മൾ തേച്ച അറിയത്തതേ ഇല്ല കേട്ടോ. അടിപൊളി കിടുക്കാച്ചി കേട്ടോ. ചെയ്ത് നോക്കണം നിങ്ങൾ കേട്ടോ. എന്നെ കളിപ്പിക്കല്ലേ, ചെയ്യാമെന്നും പറഞ്ഞ് കളിപ്പിക്കുകയൊന്നും ചെയ്യണ്ട. എനിക്കറിയാം ആരൊക്കെ ചെയ്യുന്നു, കാണുന്നു, കേൾക്കുന്നു എന്നൊക്കെ എനിക്കറിയാം. 10-15 മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ. നമ്മൾ രാവിലെയും വൈകിട്ടും തേച്ചിട്ട് രാവിലെയോ വൈകിട്ടോ രാത്രിയിലോ ഒക്കെ നിങ്ങൾക്ക് 2 നേരം മാത്രം മതി കേട്ടോ. എന്നും തേക്കാമെങ്കിൽ അത്രയും നല്ലതാണ്. നമുക്ക് ഇതൊന്നും നമുക്ക് എന്നും തേച്ചാലൊന്നും ഒരു കുഴപ്പമില്ല. നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും, നല്ല കളറ് കിട്ടും കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ നീര് അവൻ ആളിച്ച് വില്ലാളി വീരനാ, നിങ്ങൾക്കറിയാമല്ലോ. എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ഈ കിടുക്കാച്ചി മാജിക് ക്രീമൊക്കെ ഉണ്ടാക്കാൻ, ടോണറൊക്കെ ഉണ്ടാക്കാൻ സൂപ്പർ കിടുവാണ് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ കേട്ടോ. മെഴുക്ക് വരട്ടാൻ നല്ലതാ, തീയിൽ വയ്ക്കാൻ നല്ലതാ, തോരൻ വയ്ക്കാൻ നല്ലതാ. പിന്നെ നമുക്ക് ഞാൻ എന്തോ വാങ്ങിച്ചായിരുന്നു, എന്താ പറയുക, ഇപ്പം പുതിയ ഓരോ ഫുഡൊക്കെ ഇല്ലയോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എന്താ എണ്ണയ്ക്കകത്ത് എന്തോ അത് കോരിയെടുത്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് ഇവനെ എടുക്കാമല്ലോ. അപ്പോൾ ഇതും ഒരടിപൊളി കിടുക്കാച്ചിയാണ്. അപ്പോഴൊരു 5 മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്കിത് കിട്ടും കേട്ടോ. അങ്ങോട്ട് അടിയാൻ തുടങ്ങും. 10-15 മിനിറ്റ് ഒന്നും ഇരിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇതിപ്പോൾ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തത് കേട്ടോ. കിളിർത്ത് വന്നത്. ഇനി എനിക്കില്ല കിളിർത്തത്. ഇനി വാങ്ങിച്ചിട്ടത് പുതിയതേ ഉള്ളൂ. അപ്പോഴത് എടുക്കാതിരിക്കുമ്പോൾ അത് വീണ്ടും കിളിർക്കാൻ തുടങ്ങും. അപ്പോഴും നമ്മളത് എടുക്കത്തില്ല. അപ്പോഴതാണ് ഞാൻ ഇതിനായിട്ടൊക്കെ എടുക്കുന്നത് കേട്ടോ. നേരത്തെയൊക്കെ എന്ത് സത്യമായി ഇതൊക്കെ അറിയാൻ വയ്യാത്ത സമയത്ത് എന്ത് ഉരുളക്കിഴങ്ങ് പശുവിനൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ എടുക്കത്തില്ലായിരുന്നു. നമ്മൾ പാചകം ചെയ്യാൻ എടുക്കത്തില്ലായിരുന്നു. എനിക്ക് പേടി ഇതൊക്കെ കേട്ടോ. ഈ പച്ചക്കളറൊക്കെ കാണുമ്പോഴേ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ എടുക്കത്തില്ലായിരുന്നു. നമുക്ക് കയ്യിൽ വിടാം കേട്ടോ. നമ്മുടെ കയ്യിൽ വിടാം, കഴുത്തിൽ വിടാം. 10-15 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളതിങ്ങ് തുടച്ച് മാറ്റുകയോ കഴുകി മാറ്റുകയോ ഒക്കെ ചെയ്താൽ കേട്ടോ. നമ്മുടെ ടോണർ കൂട്ടണേ.
മൊരിച്ചിലും ഈ മുഖച്ചിലർക്ക് മൊരിച്ചിലുണ്ടല്ലോ, മൊരിച്ചിലെന്ന് പറയുന്നത് എന്താ, അത് ചൂട് സമയത്തുണ്ടാകുന്ന ഒരു ഇതാണെന്ന് തോന്നുന്നു. സ്കിന്നൊക്കെ അങ്ങോട്ട് വലിഞ്ഞ് മുറുകി അങ്ങോട്ട് കാക്കയുടെ കാല് മാതിരിയൊക്കെ കഷ്ടം തോന്നും കേട്ടോ. അതൊക്കെ ഇച്ചിരി രാവിലെയൊക്കെ ഇച്ചിരി ഒരു എന്തെങ്കിലും ഒരു വെളിച്ചെണ്ണ ആയാലും മതി കേട്ടോ. അതൊക്കെ തേച്ചാൽ ഒത്തിരിയൊക്കെ നമുക്ക് മാറ്റം കിട്ടത്തില്ലേ. അതൊന്നും ചെയ്യാതിരിക്കുന്നവർക്കായിരിക്കും അങ്ങനെ അങ്ങോട്ട് വരുന്നതല്ലേ. നമുക്ക് കയ്യിലും പുരട്ടാം കേട്ടോ, മുഖത്ത് മാത്രമല്ല നമ്മുടെ കയ്യിലും നമുക്ക് പുരട്ടാം. അങ്ങ് സ്കിന്നുമായിട്ട് അങ്ങ് ചേരുന്നേ. ഇപ്പം നമ്മൾ പുരട്ടിയത് കാണാനേ ഇല്ല കേട്ടോ. പണ്ടേ ഉള്ളൊരു ശീലമാണ് ഈ വടിച്ച് എടുക്കുന്നത്. കളയാൻ പറ്റുമോ നമ്മളെടുത്തത് അല്ലേ? നമ്മളൊട്ടും കളയരുത്. നമ്മൾ ഇതൊക്കെ ചെയ്ത് ഒട്ടും നശിപ്പിച്ച് കളയരുത്. അതിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി കേട്ടോ. ഒരുപാടൊന്നും ഉണ്ടാക്കി കളയണ്ടോ നിങ്ങൾ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണേ. ഇനി ഞാനൊരു 10-25 മിനിറ്റ് കഴിഞ്ഞ് ഞാനതങ്ങ് കഴുകി മാറ്റും കേട്ടോ. സോപ്പിട്ടൊന്നും നമ്മളൊന്നും ചെയ്ത് സോപ്പിടണ്ട കേട്ടോ. തുണി വെച്ച് നമ്മുടെ തുണി മുക്കി നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ അങ്ങ് തുടച്ച് മാറ്റിയാൽ മതി. അതുവരെയും 10-20 മിനിറ്റ്, 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കേട്ടോ. അത്ര നേരമൊക്കെ മതി. നിങ്ങളെ ഒരുപാട് സമയമൊന്നും നമ്മൾ പിടിച്ചിരുത്തത്തില്ല കേട്ടോ. അപ്പോഴേ അടിപൊളി ടോണറൊക്കെ നമ്മൾ ഉണ്ടാക്കി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയൊക്കെ കുറഞ്ഞു ഇവിടെ. ഇപ്പോൾ രാവിലെ മുതൽ ഞാൻ തുണി അലക്കും ഉണക്കം അമ്മയും എല്ലാം കഴുകി തന്നു കേട്ടോ. അത് ഒത്തിരിയൊക്കെ ഞാൻ മേളിലിട്ട്, പിന്നെ ഒന്ന് തോന്നതൊക്കെ താഴെയൊക്കെ ഇട്ട് നമ്മൾ എല്ലാം ഉണക്കിയെടുത്ത് കേട്ടോ. ഇവിടുത്തെ വിശേഷങ്ങൾ ഇതൊക്കെയുള്ളൂ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും പറയണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും പറയണം കേട്ടോ. പിന്നെ എന്തിനാണ് നമ്മളെ കളിപ്പിക്കുന്നത് കേട്ടോ. ഇത് മൂന്നും നമ്മുടെ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളല്ലേ. ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. റോസ് വാട്ടറൊക്കെ ഇപ്പോൾ എല്ലാവരും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കിയട്ടെ. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെങ്കിൽ അതും സുപ്പുവിനെ കേട്ടോ അറിയിക്കണം. അപ്പോഴേ എൻ്റെ എന്ന് ഇവിടെയുണ്ട്. പോച്ചോറിക്കാനൊക്കെ വന്നിരിക്കട്ടോ. ഞാനിവിടെ വന്നിങ്ങനെ എടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വന്ന് എത്തി നോക്കാറുണ്ട്. ഞാനിപ്പോൾ ഓടിച്ച് വിട്ടതാണ്. അപ്പോഴേ നമ്മുടെ ടോണറൊക്കെ ഇട്ട് നമ്മൾ അടിപൊളിയായി. അപ്പോഴേ ഇനി നമുക്കൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് തുടച്ച് മാറ്റാം. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഉണങ്ങി വരുമല്ലോ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു സംഭവം. നമുക്ക് ഇച്ചിരി ഇതായിട്ട് വരും കേട്ടോ. ഒരു 5 മിനിറ്റ്, ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് ആയല്ലോ ഇട്ടിട്ട് കേട്ടോ. ഇങ്ങനെ വരും ഉണ്ടോ. 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇത് തുടച്ച് മാറ്റാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. ഇങ്ങനെ വെളുത്ത് വരും അത് കേട്ടോ. നല്ല രസമാണ്. അതങ്ങ് തൂത്ത് മാറ്റിയാൽ മതി നിങ്ങൾ. അപ്പോൾ നല്ല വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.